ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വെച്ച് നടക്കുന്ന ട്രയാത്തിൻ എ ഗ്രൂപ്പ് നാഷണൽ ഇന്റർ ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന കുഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ യാത്രയയപ്പ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, കുട്ടികളുടെ കോച്ച് ക്യാപ്റ്റൻ KS മാത്യു എന്നിവർ യാത്രയയപ്പ് യോഗത്തിൽ പങ്കെടുത്തു. മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം, വെള്ളി ആഭരണങ്ങൾ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിശ്വസ്തമായ സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. കായിക രംഗത്ത് പുതിയ വാഗ്ദാനങ്ങളെ വളർത്തിയെടുത്ത് കഴിഞ്ഞകാല പ്രതാപത്തിലേക്ക് സ്കൂളിനെ നയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കുന്ന നാഷണൽ ഇന്റർ ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന സ്കൂളിലെ കായിക താരങ്ങൾക്ക് സ്കൂളിൽ സ്നേഹോഷ്മളമായ യാത്രയയപ്പ് നൽകി. സ്കൂളിലെ സിബിൻ PS, ആദർശ് സന്തോഷ്, പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യദുകൃഷ്ണയുമാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. കോഴിച്ചാൽ സ്കൂളിൽ പ്രത്യേക അസംബ്ലി വിളിച്ചു ചേർത്തുള്ള യാത്രയയപ്പ് യോഗത്തിന് ഹെഡ്മാസ്റ്റർ ജ്യോതി ബസു സ്വാഗതം പറഞ്ഞു. പഴയ ചരിത്രത്തിലെ ആ പ്രതാപവും അത് തിരിച്ചുപിടിക്കാനുള്ള നമ്മുടെ അഭിനയകാംക്ഷികളായിട്ടുള്ള നമ്മുടെ നാട്ടുകാരുടെയും സഹപ്രവർത്തകരുടെയും എല്ലാവരുടെയും ശ്രമത്തിന്റെ ഫലമായിട്ട് നമ്മൾ വൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. അതിന്റെ ഫലമായി നാഷണൽ കായിക മേളയിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുത്തു. നമ്മുടെ സിബിൻ കഴിഞ്ഞ തവണ പങ്കെടുത്താണ്. ഇത്തവണ വീണ്ടും ഇന്റർ ഡിസ്ട്രിക്ട് നാഷണൽ ഗെയിംസിലുള്ള ഗുജറാത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ വിദ്യാലയത്തിലെ 2 മിടുക്കന്മാർ, സിബിൻ അതുപോലെ തന്നെ ആദർശ് സന്തോഷ്, അതുപോലെ തന്നെ മറ്റ് വിദ്യാലയത്തിലെ നമ്മുടെ ഒളിമ്പ്യൻ പ്രാക്ടീസ് കൊടുക്കുന്ന കുട്ടികളും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഉചിതമായ ഒരു യാത്രയയപ്പ് നൽകുക എന്ന നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ കടമയും. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, കുട്ടികളുടെ കോച്ച് ഒളിമ്പ്യൻ റിട്ടയർഡ് ക്യാപ്റ്റൻ KS മാത്യു എന്നിവർ സംസാരിച്ചു. കായിക രംഗത്ത് ദീർഘകാലം മേധാവിത്വം പുലർത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമായിരുന്നു GHSS കോഴിച്ചാൽ. വീണ്ടും ഇടക്കാലങ്ങൾ അത് കുറച്ച് പിന്നോട്ട് പോയെങ്കിലും വീണ്ടും ആ നിലയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്തോഷ അവസരത്തിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ സ്കൂളിൽ നിന്നുള്ള 2 കായിക താരങ്ങൾ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കുന്ന നാഷണൽ മീറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി യോഗ്യത നേടി അവർ നാളെ അഹമ്മദാബാദിലേക്ക് തിരിക്കുകയാണ്. ഷിബിൻസും സന്തോഷും ആദർശ് സന്തോഷും ഷിബിൻസുമാണ്. ഒപ്പം മുഴുവൻ കായിക താരങ്ങൾക്കും പ്രചോദനമാകുന്നതിന് വേണ്ടി ക്യാപ്റ്റൻ KS മാത്യുവിന്റെ ശിക്ഷണത്തിൽ ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കിയ കായിക താരങ്ങളെ കൂടി അഭിനന്ദിക്കുന്നതിന് വേണ്ടി ഈ അവസരം വിനിയോഗിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ക്യാപ്റ്റൻ KS മാത്യുവിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് കായിക താരങ്ങൾ ഇന്റർ ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ യാത്രയാവുന്നത്. ആയ കുട്ടികളെ, അതായത് ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരുപക്ഷെ അധ്യാപകർക്ക് തന്നെ അറിയാവുമെന്ന് അറിയത്തില്ല. നിങ്ങളുടെ സ്കൂളിന് ഒരു പേരുണ്ട്. അത് സ്പോർട്സിന്റെ പേരിലും മാത്രമല്ല, റിസൾട്ടിന്റെ പേരിലും ഉണ്ട്. അതിന് ഞാനിപ്പം രാജൻ സാറോട് പറഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കാസർഗോഡ് ഒരു വീട്ടിൽ പോയിരുന്നു. അത് ഇവിടുന്ന് പ്രാതിനിധ്യമുള്ള ഒരാളുടെ വീടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഒരാൾ ഇങ്ങോട്ട് പറഞ്ഞു, ഒരു കുട്ടിയുടെ അമ്മ തന്നെയാണ്. ആ കുട്ടി ഇപ്പം 10ലേക്ക് അയ്യോത്ത് പഠിക്കുകയാണ്. അപ്പം ആ കുട്ടിയുടെ ഫ്യൂച്ചർ എങ്ങോട്ട് സ്കൂളിലേക്കാണെന്നുള്ള ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് കോഴിച്ചാൽ സ്കൂൾ അവരെ കാലത്ത് നല്ല റിസൾട്ട് ആണല്ലോ എന്ന് എന്നോട് ആ വീട്ടിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ആൾ അടുത്തുള്ള സ്കൂളുകളിലൊക്കെ ഉള്ള അതുപോലെ തന്നെ എൻ്റെ ഒരു നല്ല നിലയിലിരിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ പോരുന്ന വഴിക്ക് പറഞ്ഞു, കണ്ടോ നമ്മളെ റിസൾട്ട് എവിടെ നിന്നാണ്, എങ്ങനെ വന്നാൽ എവിടെയാണ് അതിൻ്റെ പ്രതിഫലനം വരുന്നുള്ളത് നമ്മൾ പറയേണ്ട, വേറുള്ളവർ തന്നെ പറഞ്ഞത്. വിവിധ കലാകായിക മത്സരങ്ങളിലും സംസ്ഥാന, ജില്ലാ, സബ് ജില്ലാ കായികമേളകളിൽ പങ്കെടുത്ത് മികച്ച വിജയം നേടിയ കുട്ടികൾക്കും ചടങ്ങിൽ വെച്ച് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. സ്കൂളിലെ അധ്യാപകരും സഹപാഠികളും താരങ്ങൾക്ക് ആശംസകൾ നേർന്നു.
ഇതാണ് പുസ്തകം. ഞാനിതിലെ എഡിറ്റോറിയൽ ടീം അംഗങ്ങളുടെ പേര് മാത്രം വായിച്ച് എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങൾ ഇവരാണ്: ലെന ജോസ്, ആൽബി തോമസ്, ഏഞ്ചൽ റിജി, ലിയോണ ഡേവിഡ്, ആൻമരിയ ആന്റണി, മരിയ സൂസൻ, സായം സുനോജ്, നിവേദസ് നായർ, അനുമോൾ. അവർക്കും ഇതിൻ്റെ പിന്നിൽ സഹായിച്ചിട്ടുള്ള അധ്യാപകരുണ്ടാവുന്നത് തീർച്ചയാണ്. എല്ലാവരെയും അനുമോദിക്കുന്നു. ഇത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 1076 സ്കൂളുകളിലെ പുസ്തകങ്ങൾ, അവിടുത്തെ കുട്ടികളുടെ രചനകൾ ഒറ്റ വേദിയിൽ ഒരുമിച്ച് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞ. അപ്പോൾ ഇതിൽ ആർട്ടിക്കിളുകളൊക്കെ എഴുതിയ ആളുകളുണ്ട്. എല്ലാവരെയും ആഘോഷങ്ങളിൽ ഒന്നിച്ചൊരുങ്ങാൻ, ഒരുക്കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ. ഹൈ ഫാഷൻ ബ്യൂട്ടിക് സെൻട്രൽ ബസാർ, ചെറുപുഴ. സാരി, സൽവാർ സെറ്റുകൾ, റോംബോ, വെസ്റ്റേൺ ടോപ്പുകൾ, ജീൻസ്, ടീഷർട്ട്, സിഗരറ്റ് പാൻസ്, ലെഗിൻസ്, ഷോളുകൾ, ഇന്നർ വെയർ, റണ്ണിംഗ് മെറ്റീരിയൽസ്, ലൈനിങ്, നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും. സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടിക്, സോന ഗോൾഡ് ബിൽഡിംഗ്, സെൻട്രൽ ബസാർ, ചെറുപുഴ.